പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഒരു അനുഭവം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ആദ്യത്തെ എപ്പിസോഡിലോ രണ്ടാമത്തെ എപ്പിസോഡിലോ പറയേണ്ട ഒരു ജീവിതാനുഭവമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ദൈവികമായിട്ട് ആദ്യമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞ ആ സമയത്താണ്. കാരണം ഞാൻ പറഞ്ഞില്ല അന്ന് ദേവിയെ കൊണ്ടുവച്ച ആ സമയം ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ കുടുംബത്തിലൊരു ഒരു സഹോദരിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായില്ല. കല്യാണം മുടങ്ങി, പല കാരണങ്ങളാൽ ഇങ്ങനെ മുടങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് എല്ലാ കുടുംബങ്ങളും എല്ലാവരും പരസ്പരം വിഷമിക്കാറുണ്ട് ഇതിൻ്റെ പേരിൽ. അപ്പോൾ ദേവി എന്നോട് പറയാറുണ്ടായിരുന്നു, പട്ടും താലിയും കൊണ്ടുവെക്കുക എൻ്റെ മുമ്പിൽ. പക്ഷെ ആരും കേൾക്കാറില്ല. കാരണം ഞാൻ പറയുന്നതൊക്കെ ഒരു മണ്ടത്തരം ഇതൊക്കെ ആയിരിക്കുമല്ലോ നോർമലി ചിന്താഗതി. അവൻ പട്ടുതാലി കൊണ്ടുവെക്കാൻ വെറുതെ പറയുന്നു ഇങ്ങനെ ഓരോ സംഭവം. പക്ഷേ ദൈവം എൻ്റെ കൂടെയാണെന്ന് എനിക്ക് മനസ്സിലായത് അന്നാണ്. അപ്പോൾ ഇവരിങ്ങനെ ആ കല്യാണം ഇങ്ങനെ എൻഗേജ്മെൻ്റ് എത്തുന്നു, അല്ലെങ്കിൽ ശരിയാവുന്നില്ല, ആ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, വാ എനിക്കൊരു സാധനം മേടിക്കാനുണ്ട്. ഞാൻ മിക്കവാറും പോകുന്ന ആ സമയത്തൊക്കെ മിക്കവാറും ഓരോ ഇങ്ങനെ വിളക്കുകൾ ഇതൊക്കെ മേടിക്കാൻ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ചു, ഞങ്ങൾ പോയി. അപ്പോൾ ആ കുട്ടിക്ക് അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയുന്നുണ്ടല്ലോ, എന്താ ഞാൻ പറഞ്ഞ് കേൾക്കാത്തത്? ചേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പട്ടുന്നാലും കൊണ്ടുവെക്കണം, ഞാൻ കേട്ടു, അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അത് ചെയ്യാമെന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ എനിക്ക് കിട്ടിയ കളിയാക്കളില്ലേ. കാരണം നമ്മളൊരു കാര്യം ഒരാളോട് ചിലരോട് പറഞ്ഞാൽ എല്ലാവരും അവഗണിക്കും. പട്ടും താടിയും കൊണ്ടുവെക്കാൻ ഇത് തന്നെയല്ലോ പറയാൻ. പക്ഷെ എൻ്റെ മനസ്സ് തോന്നിപ്പിച്ച കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ആരും വിശ്വസിക്കില്ല. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോസിൽ കാണുന്നവരും വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞ സമയം, അതായത് ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പട്ടുന്നാലും കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞു. ഈ ഓൺ സ്പോട്ട് ഒരു വീട്ടുകാർ അവരെ വിളിച്ചു, ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം. അപ്പോൾ പിറ്റേ ദിവസം അത് അവർ കാണാൻ വന്നു. വൈകുന്നേരം ഒരു 5 മണി 6 മണി ആകുമ്പോഴേക്കും അവൾ പട്ടും താടി എൻ്റെ ദേവിയുടെ മുമ്പിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അവൾ പോയി. എന്നിട്ട് ഞാൻ അന്ന് രാത്രി ഉപാസന സമയത്ത് ഞാൻ ദേവിയോട് പറഞ്ഞു, അമ്മ പറഞ്ഞ പോലെ അവൾ പട്ടും താടി കൊണ്ടുവച്ചു, ദേവിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചു, ചൊവ്വാഴ്ച ദിവസം പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാത്രി 8 മണിയാകുമ്പോൾ അവർ വിളിക്കും, ആ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവുമെന്ന്. സത്യത്തിൽ ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് 8:10 എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു കല്യാണം ഓക്കെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ലൈഫിൽ ഇങ്ങനെ കുറേ സംഭവം നടക്കും. ഇതൊക്കെ കോയിൻസിഡൻസ് ആവാം. ഇതൊക്കെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഒരു കോയിൻസിഡൻസ് ആയിട്ട് ചിന്തിക്കാം. പക്ഷേ എവിടെയോ ഒരു സുപ്രീം പവർ ഉണ്ട് ഈ ലോകത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങൾ. ഇനി ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇതേപോലെ ഞാൻ ഇതേപോലെ ഞെട്ടിക്കുന്നതല്ല. ഇത് എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് വയനാട്ടിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, ആളുടെ സഹോദരിക്ക് ക്യാൻസറാണ്, പിന്നെ ആൾക്ക് ചെവിയിൽ ഞരമ്പ് സംബന്ധമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ അല്ലാതെ ഇതൊന്നും പറയാറില്ല. ഡോക്ടറെ കാണിക്കുക, കൃത്യമായിട്ട് മെഡിക്കേഷൻസ് കൊടുക്കുക. കാരണം ഞാൻ എൻ്റെ അമ്മൂമ്മയും എൻ്റെ അച്ഛൻ്റെയും എല്ലാം പ്രശ്നങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് മെഡിസിനാണ്. കാരണം എല്ലാം വേണം. പൂജയിലൂടെ ഒന്നും ആരുടെ അസുഖം മാറില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. കാരണം എല്ലാത്തിനും സയൻസ് ദൈവം വെച്ചിട്ടുണ്ട്. ഭൂമിയിലെല്ലാം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ എല്ലാം കൃത്യം ഒരു സയൻസിലൂടെ തന്നെയാണ്. പിന്നെ ഒരു കുട്ടി ഫോം ചെയ്യുന്നതും എല്ലാം ഉണ്ട്, സയൻസ് ഉണ്ട്. സയൻസ് നമുക്ക് മാറ്റിയെടുത്തിട്ടല്ല ഹിന്ദുത്വം പറയേണ്ടത്. കാരണം ഇതിലൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന ഒരുപാട് വലിയ കെട്ടിടങ്ങളും പണ്ടത്തെ പല അമ്പലങ്ങളും നോക്കി കഴിഞ്ഞാൽ അതിലത്തെ കൊത്തുപണികൾ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഈ മെഷീനോ ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ കൊത്തുപണി ചെയ്യാൻ. അപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഒരുപാട്. കാരണം നമുക്കറിയാത്ത ഒരുപാട് തലമുറകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ മുമ്പിൽ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു മുഗൾ ഭരണവും പിന്നെ ബ്രിട്ടീഷ് ഭരണവും രാജാക്കന്മാരുടെ ഭരണവും. ഇതിന് ബാക്കിലുണ്ടല്ലോ കഥകൾ. എത്ര വർഷം എത്രയോ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ പലതും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടാവും, പലതും നശിച്ചിട്ടുണ്ടാവും, ചിലത് സമുദ്രത്തിലായിട്ടുണ്ടാവും.
ദ്വാരക സമുദ്രത്തിലാന്ന് പറയുന്നത് മധുര. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാം. പലതും ഓരോ കാലഘട്ടങ്ങൾക്ക് ശേഷം വീണ്ടും ഇപ്പോൾ കേരളം പിന്നീട് ഉദ്ഭവിച്ചാണ് പറയുന്നുണ്ട്. ജോഗ്രഫിക്കൽ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വയനാടിൻ്റെ കേസ് വരട്ടെ. വയനാട്ടിൽ പറഞ്ഞാൽ അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ചികിത്സിക്കാൻ പറഞ്ഞു. നിങ്ങൾ നല്ല ഡോക്ടർ. അപ്പം ചികിത്സിക്കുന്നുണ്ട്, ഞങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ അതിനൊരു റിസൾട്ട് കിട്ടുന്നില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു റിസൾട്ട് നിങ്ങൾ നല്ല ഡോക്ടറെ കാണിക്കുക, വീണ്ടും നന്നായിട്ട് അതിൽ വിശ്വസിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ സ്വാമി ഒന്ന് ചെയ്യുമോ, ശിവന് പാലഭിഷേകം ചെയ്യുമോ ചോദിച്ചു. ഞാൻ ചെയ്യാം, വെളുത്ത വാവിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശിവന് പാലഭിഷേകം ചെയ്യാം. അപ്പോൾ എത്ര തരേണ്ടത് ചോദിച്ചു. അവന് ഒന്നും തരണ്ട, ഞാനിത് ചെയ്യുന്നതോ ഇതൊന്നും ഭക്തിയുടെ സ്പിരിച്വാലിറ്റി ഒന്നും പറഞ്ഞിട്ടല്ല. എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. കാരണം ഞാൻ എല്ലാവരും സ്നേഹിക്കാൻ അറിഞ്ഞിട്ടുള്ളൂ, എനിക്ക് അതേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ശിവന് പാലഭിഷേകം നടത്തി. അത് കഴിഞ്ഞ് പിന്നത്തെ മാസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്തോട്ട് ചോദിച്ചു. ഞാൻ എന്തിനാണ് ഗൂഗിൾ പേ ചെയ്യുന്നത്? അതല്ല, ഞങ്ങൾക്ക് എൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടി. അവൻ എന്തെങ്കിലും ഗുണം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ക്യാൻസറിന് ഇത് ചെയ്യുന്ന കീമോ ചെയ്യുന്ന ആ ചേച്ചിക്ക് കുറവുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ ആളുടെ ചെവിയുടെ ഞരമ്പിൽ എന്തോ പ്രശ്നങ്ങൾക്കെല്ലാം മെഡിസിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ സന്തോഷമായി. ഞാൻ പൈസ അല്ല എനിക്ക് വേണ്ടത്, അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കുള്ളിലൊരു സന്തോഷം കിട്ടില്ല, പോസിറ്റീവ് ലൈഫ് നിങ്ങൾക്ക് കിട്ടില്ല, അത് മതി. ഞാൻ മിക്കവാറും പറയുന്ന എല്ലാവരോടും അതാണ്. നമ്മൾ ശ്രമിക്കുക, നമ്മൾ എന്താണോ എൻ്റെ ദൈവം കൂടെ ഉണ്ടാവും, നമ്മളെ രക്ഷിക്കാൻ പല സമയത്തും ഉണ്ടാവും. ചിലപ്പോൾ ചില വാതിലുകൾ അടയാം, ഫസ്റ്റത്തെ വാതിലടയാം, രണ്ടാമത്തെ വാതിലടയാം. പക്ഷേ ഏതെങ്കിലും ഒരു വാതിലൊരു ദൈവം അല്ലെങ്കിൽ ഈ ലോകത്തെ ഏതെങ്കിലും ഒരു ഊർജം തുറക്കും. അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമ്മൾ ഈ യാഗങ്ങളൊക്കെ നടത്തുന്നതെല്ലാം ഒരുപാട് നല്ലതിന് വേണ്ടിയാണ്. അതായത് സാമൂഹികമായിട്ട് ഒരു വ്യക്തിക്ക് മാത്രമല്ല ഈ യാഗങ്ങളും ഇതൊക്കെ നടത്തുന്നത്, സമൂഹത്തിന് വേണ്ടിയാണ്, എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയാണ്. ഈ നവചണ്ഡിക ഹോമം എന്ന് വെച്ചാൽ 9 ദേവികളിലൂടെയാണ് നമ്മൾ ഈ യജ്ഞം നടത്തുന്നത്. 9 ദേവി, അതായത് നവരാത്രി എന്ന് പറയുന്നത് തന്നെ 9 ദേവികളോടുള്ള ഇതിനാണ്. കാരണം സരസ്വതി പൂജ അല്ല നവരാത്രിക്ക് ചെയ്യേണ്ടത്. 9 ദേവികളെ തിരിച്ചറിയുക, അതിനെ പ്രാർത്ഥിക്കുക. നമ്മളതൊക്കെ മറന്നിട്ട് സരസ്വതി പൂജ ചെയ്യുന്നു. ശരിക്കും അവിടെ ചെയ്യേണ്ട എന്തായിരുന്നു? നിങ്ങളൊന്ന് തിരിച്ചറിയുക. കലാശഘട്ട സ്ഥാപനം വെച്ചിട്ട് നമ്മൾ ദുർഗയെ ആവാഹിച്ച് അതിൽ നവധാന്യങ്ങളൊക്കെ വിതറി ആ ചെടി വളരാനുള്ള ഒരു 9 ദിവസം, ആ 9 ദിവസങ്ങളിൽ നമ്മളെ സ്പിരിച്വാലിറ്റിയിലെ ഒരു വലിയൊരു ഉന്നതിയിലേക്ക് എത്തിക്കുന്നു. നവരാത്രി സമയത്താണ് കൂടുതൽ നവചണ്ഡിക ഹോമം നടത്തുന്നത്. പക്ഷേ ആരും അങ്ങനെ ചിന്തിക്കാറുമില്ല. നവരാത്രി സമയത്ത് ബുക്ക് പൂജയ്ക്ക് വെക്കുന്ന ഒരു സംഭവം മാത്രമേ നടക്കുള്ളൂ. അതൊരു എന്താ പറയണ ബിസിനസ് അത് തന്നെയാണ്. പക്ഷെ അതൊന്നും അല്ല നവരാത്രി. 9 രാത്രികൾ, 9 ഗ്രഹങ്ങൾ, 9 ദേവികൾ. കാരണം ഭൂമി പ്രപഞ്ചം നിലനിൽക്കുന്നത് ദൈവീക ശക്തിയിലാണ്, സ്ത്രീ ശക്തിയിലാണ് ഭൂമി എല്ലാം നിലനിൽക്കുന്നത്. എല്ലാ സ്ത്രീയും ഞാൻ പ്രണമിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എല്ലാ അമ്മമാരോടും അത്രയും പറയുന്നതെന്ന് വെച്ചാൽ അവർ തന്നെയാണ് ദേവി. അപ്പോൾ ദേവിയുടെ ഓരോ ഊർജവും 9 ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ കാരണം ഭൂമി ആദ്യം ഉണ്ടായപ്പോൾ ആ ജീവൻ നിലനിൽക്കാൻ തന്നെയാണ് ഈ 9 ഗ്രഹങ്ങളും. കാരണം അവരുടെ രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കാം. അപ്പോൾ ഈ 9 ദേവികളോടുള്ള ഹോമമാണ് ഈ നവചണ്ഡിക ഹോമം. ഇതിൽ നമ്മൾ ചെയ്യുന്ന സപ്തശതി പാരായണം, അതിൽ മഹാലക്ഷ്മിയും മഹാസരസ്വതിയും മഹാകാളി പാരായണവും നടക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മളൊരു കുമാരി പൂജ ചെയ്യും. ഒരു ബാലദേവിക്ക് നമ്മൾ ചുമന്ന ഉടുപ്പും കൊടുക്കും. പിന്നെ ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അവിടെ ചെയ്യും. കാരണം ആ കുട്ടിയുടെ സന്തോഷം തന്നെയാണ് ദൈവിക സന്തോഷം. അപ്പോൾ ഇതേപോലെ യാഗം നടത്തുന്നത് എല്ലാവർക്കും നല്ലത് തന്നെയാണ്. അത് ബിസിനസ് പരമായും ജീവിത കഷ്ടതകളും ആരോഗ്യം ഇങ്ങനെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഊർജത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ്.
ഇത് 9 ഉപാസകരുണ്ട്. ആ 9 ദീക്ഷ കിട്ടിയ ഉപാസകരും ഇതേപോലെ എന്നെപ്പോലെ ഒരുപാട് ലൈഫ് കടന്നു കഴിഞ്ഞ് വന്നവരായിരിക്കും. കാരണം ഒരു ഉപാസന ഒരിക്കലും 1 മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഉപാസനയല്ല. ആ ഉപാസനയെ തിരിച്ചറിയണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ വരും. ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു 15 വർഷം ഇതിനെടുത്തില്ലേ. അപ്പോൾ ആ ഒരു 15 വർഷത്തിലൂടെ ആയിരിക്കും ഒരാളുടെ ഉപാസന എന്നത് തിരിച്ചറിയാൻ, എന്താണ് ഉപാസന എന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ എന്താണ് എല്ലാം തിരിച്ചറിയാൻ സമയങ്ങൾ എടുക്കാം. അപ്പോൾ ആ ഒരു 9 പേരും ദൈവിക തുല്യരാണ്. കാരണം അവർ തത്വമസി എന്ന അർത്ഥം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് വരുന്നവരാ. അപ്പോൾ അവരൊരുമിച്ച് ആ നവചണ്ഡിക ഹവനിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ മന്ത്രധ്വനികളുടെ ആ പവർ ആ ഇരിക്കുന്ന സറൗണ്ടിങ്ങിനെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് വൈബിലെത്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഞാൻ പങ്കെടുക്കണമെന്ന് എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ടാണ് യാഗങ്ങളും ഇതൊക്കെ നടത്തുമ്പോൾ പങ്കെടുത്താൽ നമ്മുടെ ലൈഫിനെ അതിൻ്റെ വായു നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മളത് പോസിറ്റീവാക്കും. ഞാൻ ഒരു കാര്യം, ഒരു വീട് നമ്മൾ മേടിക്കുമ്പോൾ ഗണപതി ഹോമം നടത്തുന്നത് സത്യത്തിൽ ഗണപതി പ്രസാദമോ ഗണപതി അനുഗ്രഹം കിട്ടാനല്ല. ശാസ്ത്രവശം നോക്കി കഴിഞ്ഞാൽ നമ്മളതിൽ ഒരുപാട് ആയുർവേദ ഇതൊക്കെ ഹോമിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പുകയില്ലേ, കാരണം നമ്മളൊരു ആരും ഉപയോഗിക്കാത്തൊരു വീട് വാങ്ങിക്കുന്നു. അവിടെ ചിലപ്പോൾ അണുക്കളോ പലതും ഉണ്ടാവും. നമ്മൾ കാണുന്ന കുറേ വൈറസുകളും ജംസ് ഇതുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ ആക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ പൂജയിലും ഇതിലൊക്കെ ഒരു സത്യമുണ്ട്. അത് തിരിച്ചറിയണം. എല്ലാത്തിലും ഓരോ സയൻസ് ഉണ്ട്. ഈ വിളക്ക് വെക്കുന്ന കാര്യങ്ങളിലും എല്ലാം ഒരു സയൻസ് ഉണ്ട്. ആ തിരിച്ചറിവില്ലായ്മയാണ് നമ്മുടെ ഹിന്ദുത്വം ഇല്ലാതെയായിരുന്നത്. നമുക്ക് കുറേ അറിയുന്ന കാര്യം എന്താമോ, നിയമങ്ങളാണ്. നിയമങ്ങളല്ല, തിരിച്ചറിവാണ് വേണ്ടത് ജീവിതത്തിൻ്റെ എല്ലാത്തിലേക്കും. സ്പിരിച്വാലിറ്റിയിലേക്ക് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ നേർവഴിയിലേക്ക് പോകുമ്പോൾ തിരിച്ചറിവാണ് വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു തിരിച്ചറിവ്. പിന്നെ ഈ അനുഭവങ്ങൾ എല്ലാവരും ജീവിതത്തിലും സംഭവിക്കുന്നുണ്ടാവും. അത് നമുക്ക് ഒരു രീതിയിൽ പറയണമെങ്കിൽ കോയിൻസിഡൻസ് ആയിട്ട് പറയാം, മറ്റു രീതിയിൽ നമുക്ക് പറയാം ദൈവികമായൊരു അനുഭവം. ഞാൻ 2 രീതിയിലും വിശ്വസിക്കുന്നുണ്ട്. കാരണം സംഭവിക്കാം, ലോകത്ത് എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് ആ സമയത്ത് റിസൾട്ട് കിട്ടി ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് പരിശ്രമിക്കുക ജീവിതത്തിൽ എല്ലാവരും ലക്ഷ്യത്തിലേക്ക് എത്താൻ. ഇനി നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് കാണാം. ഓക്കെ, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.